ഹായ് ഗായ്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ക്യാരറ്റ് ബീൻസ് തോരൻ, പിന്നെ സ്പെഷ്യലായിട്ട് ഉണക്കമീൻ കറിയുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കറി വെക്കാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് തുണ്ടൻ മീനാണ്. പിന്നെ അതേപോലെ തന്നെ ഒരു മൺചട്ടിയിലാണ് ഇന്ന് കറി വെക്കുന്നത്. ആ മൺചട്ടി തന്നെയാണ് ക്ലീൻ ചെയ്യാനും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ തുണ്ടൻ മീനാണ് ഇവിടെ കറി വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. ഞാൻ നന്നായിട്ട് മീൻ വാഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-3 പ്രാവശ്യം തുടർച്ചയായിട്ട് വാഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മൾ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് വേവിക്കാൻ പോവുകയാണ്. ഉപ്പ് കളഞ്ഞിട്ട് വേണം നമുക്കിത് കറി വെക്കാനായിട്ട്. ഗൈസ്, എനിക്കിങ്ങനെ അളവ് പറഞ്ഞു തരാനൊന്നും അറിയില്ല. അതായത് എത്ര ഗ്ലാസ്, എത്ര സ്പൂണ്, അങ്ങനെ പറയാനൊന്നും എനിക്കറിയില്ല. ഒരു തുടക്കക്കാരി എന്ന നിലയിൽ നിങ്ങൾ അതൊക്കെ അങ്ങ് വിട്ട് കളഞ്ഞേര്. അപ്പം ഞാനിവിടെ മീൻ നിരന്ന് കിടക്കാൻ പാകത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ തുണ്ടമീൻ ഇവിടെ വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. അതായത് ഉപ്പ് കളയാൻ വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് നന്നായിട്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. ഏകദേശം ഒരു 7 to 10 മിനിറ്റ് കുക്ക് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. നമ്മുടെ വെള്ളമൊക്കെ വറ്റി മീനിൻ്റെ ഉപ്പൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. മീൻ വേവാൻ വെച്ച ടൈമിൽ ഞാൻ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സവാള അരിഞ്ഞു വെച്ചു, അതേപോലെ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒരു കൈക്കണക്കാണ്. നിങ്ങളുടെ ആവശ്യത്തിന് എത്രത്തോളം വേണോ അത്രത്തോളം ചേർക്കാം. നെക്സ്റ്റ് നമ്മൾ ചട്ടി ചൂടാൻ വേണ്ടി വെച്ചേക്കാണ്. മീൻ തിളപ്പിച്ച അതേ ചട്ടി തന്നെയാണ് നമ്മൾ വീണ്ടും യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലാറ്റിൽ ഫുൾ ടൈം AC ഓൺ ആയതുകൊണ്ട് വെളിച്ചെണ്ണ എപ്പോഴും കട്ടയായിട്ടേ ഇരിക്കുകയുള്ളൂ. എനിക്കതുകൊണ്ട് വെളിച്ചെണ്ണ ഉരുകാൻ കുറച്ച് താമസം എടുത്തു. അപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ ഉരുക്കി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുകയാണ്. കടുക് 1 സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നപ്പോൾ ഞാനിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 2-3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കറിവേപ്പിലയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കുകയാണ്. ആക്ച്വലി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പിലയൊക്കെ മൂപ്പിക്കുകയാണ്. നല്ലൊരു മണമായിരുന്നു കേട്ടോ ഇപ്പോൾ ഉണ്ടായിരുന്നത്. ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ, അതായത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാള നന്നായിട്ട് ഇവിടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. സവാള ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാൻ മാക്സിമം നോക്കുക. അതാണ് ഈ കറിയുടെ ഏറ്റവും വലിയ ടേസ്റ്റും. നമ്മുടെ സവാളയൊക്കെ ഏകദേശം ഇവിടെ സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് മസാലകളൊക്കെ ചേർത്ത് കൊടുക്കുകയാണ്. ഏകദേശം ഒരു 5-6 മിനിറ്റ് തുടർച്ചയായിട്ട് ഇളക്കിയിട്ടാണ് ഞാൻ ഈ പരുവം വരെ ഇതിനെ എത്തിച്ചത്. അപ്പം ഞാനിവിടെ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. 2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് എരിവൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ സാധാ മുളക് പൊടിയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. തീ ഏറ്റവും ലോ ഫ്ലെയിമിലാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. എൻ്റെ സ്പൂണിൻ്റെ വലിപ്പമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തോരം വേണോ അത്രത്തോളം മാത്രം. അപ്പോൾ ഞാനിവിടെ 1/4 സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തത് ഞാനൊരു 1/4 സ്പൂൺ നല്ല മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവൊക്കെ മീൻകറി ആയാലും വേണ്ടേ, അതുകൊണ്ട് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. നെക്സ്റ്റ് ഞാനിതിലേക്ക് 2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് കറിക്ക് നല്ലൊരു ഫ്ലേവറും അതേപോലെ തന്നെ കറിക്ക് നല്ലൊരു കൊഴുപ്പും കൊടുക്കും. ഇനി നിങ്ങൾക്ക് തിക്കായിട്ടുള്ളൊരു ഗ്രേവി അല്ല വേണ്ടത്, ലൂസായിട്ടുള്ളൊരു ഗ്രേവിയാണ് വേണ്ടെങ്കിൽ മല്ലിപ്പൊടി തീർത്തും ഒഴിവാക്കാവുന്നതാണ്. അപ്പം ഞാൻ മസാലയൊക്കെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. അപ്പോൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിലിടാൻ മറന്നു പോവല്ലേ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാനിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് എന്തോരം ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഡ്രെയിൻ ചെയ്ത് മാറ്റി വെച്ചിരുന്ന മീൻ കഷ്ണങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് പെറുക്കി ഇട്ട് കൊടുക്കാം.
മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തതിന് ശേഷം കറി ഇളക്കാൻ പാടില്ല എന്ന് അമ്മയൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. പക്ഷേ ഞാനിവിടെ ഒരു തടിയുടെ സ്പൂൺ വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. അവരൊക്കെ പറയുന്നത് ചുറ്റിക്കാൻ മാത്രമേ പാടുള്ളൂ എന്ന്. പക്ഷേ ഞാനതിൽ എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ ഒരു തടിയുടെ സ്പൂൺ ഉപയോഗിച്ച് ഇളക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, തടിയുടെ സ്പൂൺ ഉപയോഗിച്ച് മാത്രം ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മീൻ പൊടിഞ്ഞു പോയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ നമ്മുടെ മീനൊക്കെ ഇവിടെ ഇളക്കി സെറ്റാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്കിതൊരു ടൈറ്റായിട്ടുള്ള അടപ്പ് വെച്ച് അടച്ച് വേവിക്കാം. ഞാനിവിടെ ഒരു കറിവേപ്പിലയും കൂടെ ചേർത്ത് വെച്ചിട്ടാണ് കറി അടച്ച് വെച്ച് വേവിക്കാൻ വെക്കുന്നത്. ഇത് പിന്നീട് കറി തുറക്കുമ്പോൾ നല്ലൊരു മണവും ഫ്ലേവറും ഒക്കെ കിട്ടുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഏകദേശം ഒരു 5-6 മിനിറ്റ് നന്നായിട്ട് കറി അടച്ച് വെച്ച് വേവിക്കുക. നല്ല തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ എൻ്റെ കറി ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. ഞാനത് തുറന്ന് നോക്കാൻ പോവുകയാണ്. ഞാനിവിടെ കറി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. നമ്മുടെ കറി ചോറിൻ്റെ കൂടെ കഴിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ചോറും ഉണക്കമീൻ കറിയും ഭയങ്കര ഫേവറേറ്റ് ആണ്. അപ്പോൾ ഞാൻ ഇതിനോട് ഒരു ചെറിയ തോരനും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ മീൻ കറി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇതൊരു ഈസി തോരനോ അല്ലെങ്കിൽ 2 മിനിറ്റ് 3 മിനിറ്റ് തോരനോ അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എങ്ങനെ തോരൻ ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തോരൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ആദ്യം ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവുന്ന നേരം കൊണ്ട് ഞാൻ എന്തൊക്കെ ഇവിടെ തോരന് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെന്ന് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം ഞാനിവിടെ കുറച്ച് ബീൻസ് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, കുറച്ച് സവാള എടുത്തിട്ടുണ്ട്, കറിവേപ്പില എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വേണോ അത്രത്തോളം ചേർക്കുക. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എനിക്ക് കണക്കുകളൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കുക. അപ്പോൾ നമ്മുടെ പാനൊക്കെ ഇവിടെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 2 സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാൻ സവാള ചേർത്ത് കൊടുക്കുകയാണ്. അടുത്തതായി അതിലേക്ക് 2 പച്ചമുളക്, തൊട്ട് പിന്നാലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഒരു 1/4 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം മാറുമ്പോഴത്തേക്കും അതിലേക്ക് ബീൻസും ക്യാരറ്റും ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാൻ ചേട്ടയോട് പറയണം, എൻ്റെ പുതിയ ഉപ്പിൻ്റെ പാത്രമാണ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുന്നത്, നല്ല വെറൈറ്റി അടപ്പൊക്കെ അല്ലേ എന്ന്. അപ്പം ഞാൻ ഇതിലേക്ക് 1/2 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഞാൻ ഇതിലേക്ക് തേങ്ങയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇവിടെയൊക്കെ തേങ്ങ ചിരക്കി ബോക്സിലാക്കി കിട്ടും. അപ്പം ഞാൻ നെക്സ്റ്റ് ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. 1 കൈപ്പിടി തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. തീ ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം നമ്മുടെ കറിയൊക്കെ ഇവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനിത് വീണ്ടും ഒന്നുകൂടെ തുറന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം നമ്മുടെ 2 കറികൾ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഫസ്റ്റ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.